വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതല്ല അംസാൽ. ജാഹിലിയ കാലഘട്ടത്തിലെ നസ്റുകളിലെ ഒരു ഇനമാണ് അംസാൽ. അംസാൽ എന്ന് പറഞ്ഞാൽ അൽ അംസാലു ഇബാറാത്തുൻ ഷായിഅ, അത് വ്യാപകമായി കിടക്കുന്ന ചില വാചകങ്ങളാണ്, ആളുകൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള പ്രചരിച്ചിട്ടുള്ള, നമ്മൾ പഴഞ്ചൊല്ല് എന്നൊക്കെ പറയുന്ന പോലെ. തെതദാവലുഹ അൽ അൽസിന, നാവുകൾ അവ കൈകാര്യം ചെയ്യും. ഒരു നാവിൽ നിന്ന് വേറൊരാളിലേക്ക് അങ്ങനെ അങ്ങനെ എല്ലാവരുടെ നാവിലൂടെയും കറങ്ങി നടക്കുന്ന പ്രചാരം കിട്ടിയിട്ടുള്ള ചില ആപ്തവാക്യങ്ങൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ. തെതമയ്യസു ബി ഈജാസിഹ വ വുദൂഹി മഅനാഹ, അതിൻ്റെ ആശയത്തിൻ്റെ വ്യക്തത കൊണ്ടും അതിൻ്റെ ഘടനയിൽ വളരെ സംക്ഷിപ്തമാണ്, ഷോർട്ടാണ് എന്നതുകൊണ്ടും അത് വ്യതിരിക്തമായി നിൽക്കുന്നു. വആദത്തമ്മ തർതബിതു ബി ഹികായാത്തിൻ ഔ അഹ്ദാസിൻ വാഖിയ്യ, സാധാരണഗതിയിൽ ഇത്തരം മസലുകൾ, ഇത്തരം പഴഞ്ചൊല്ലുകൾ ഏതെങ്കിലും വല്ല കഥകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പതിവാണുണ്ടാവുക. ആ സംഭവം വാഖിയ്യ, യഥാർത്ഥത്തിലുണ്ടായിട്ടുള്ള, തർതബിതു ബി എന്ന ബന്ധപ്പെട്ട് കിടക്കുന്ന, വഖഅത്ത് ഫി സമാനിഹ അവരുടെ കാലത്തിൽ സംഭവിച്ച, വഖഅത്ത് സംഭവിച്ചു, ഫി സമാനിഹ ആ സമാനിൽ. ഗാലിബൻ മാ തഅകിസു ഹാദിഹിൽ അംസാൽ സിഫാത്തിൻ ഔ മവാഖിഫ ഇഷ്തഹറ ബിഹാ അഷ്ഖാസുൻ മുഅയ്യനൂൻ. അധിക സന്ദർഭങ്ങളിലും ഇത്തരം മസലുകൾ അവ പ്രതിഫലിപ്പിക്കുന്നത് ചില സിഫാത്തിൻ, ചില സവിശേഷതകളെയാണ്. ഔ മവാഖിഫ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളെയായിരിക്കും. ഏത് സന്ദർഭം, ഏത് സവിശേഷത? ഇഷ്തഹറ ബിഹാ അഷ്ഖാസുൻ മുഅയ്യനൂൻ, ചില നിശ്ചിതമായ നിർണ്ണയിക്കപ്പെട്ട ചില വ്യക്തികൾ പ്രസിദ്ധിയാർജിച്ച ചില സമയങ്ങൾ, അവരുടെ ചില പ്രത്യേകതകൾ, ഇതായിരിക്കും ഇത്തരം മസലുകൾ അധിക സന്ദർഭങ്ങളിലും അവ പ്രതിഫലിപ്പിക്കുക. സവാഅൻ കാനത് തിൽക സിഫാത്തു മഹ്മൂദത്തൻ ഔ മദ്മൂമത്തൻ, ഈ സവിശേഷത എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വിശേഷണം എന്ന് പറയുന്ന സംഗതി അത് നല്ല ഗുണമാണെങ്കിലും ശരി, മോശപ്പെട്ടതാണെങ്കിലും ശരി, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇത്തരം വിശേഷണങ്ങൾ. ഇസ്ദഹറത്തിൽ അംസാലു ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ ഇത്തരം മസലുകൾ പ്രസിദ്ധിയാർജിച്ചു, പ്രശോഭിതമായി. ഹൈസുഖാന തുൻഖലു ഷഫഹിയൻ ബൈനന്നാസ്, അഥവാ അത് വാചികമായി കൊണ്ട് ആളുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. തുൻഖലു കൈമാറ്റം ചെയ്യപ്പെടുക, ഷഫഹിയൻ വാചികമായി, ബൈനന്നാസ് ദൂന അൻ തുവസ്സഖ്, അത് ഒരിക്കലും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, രേഖപ്പെടുത്തപ്പെടുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. ഔ തുൻസബുലി അഅ്ലാം മുഹദ്ദദീൻ, അല്ലെങ്കിൽ നിർണിതമായ ചില മഹാരഥന്മാരിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞു, ഇന്നയാൾ പറഞ്ഞു. ഇപ്പോൾ കവികളെ പറ്റി നമ്മൾ പറയുമല്ലോ, ഇന്ന കവിത ചൊല്ലിയാൽ ഇന്ന ആളാണ്. ആ രൂപത്തിൽ മസലുകൾ ഒരാളിലേക്ക് ചേർക്കപ്പെടുകയോ പ്രഗത്ഭരിലേക്ക് ചേർക്കപ്പെടുകയോ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയോ ചെയ്യാതെ ആളുകൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന സംഗതിയാണ്. വമഅ ഖുദൂമിൽ അസ്രിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൻ്റെ വരവോടുകൂടി ബർസത്ത് ജുഹൂദുൻ ലി തൗസീഖ് ഹാദിഹിൽ അംസാൽ ഫി മുഅല്ലഫാത്തിൻ, അവിടെ ചില പ്രയത്നങ്ങൾ പിന്നെ ഉണ്ടായിത്തീരാണ്. ബർസത്ത് ജുഹൂദുൻ, ചില പ്രയത്നങ്ങൾ പ്രകടമായി. എന്തിനുള്ള? ലി തൗസീഖ് ഹാദിഹിൽ അംസാൽ, ഇത്തരം മസലുകളെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനുള്ള. ഫി മുഅല്ലഫാത്തിൻ, ഗ്രന്ഥങ്ങളിൽ. മിസ്ലു ഏതുപോലെ? കിതാബി ജംഹറത്തുൽ അംസാൽ, ജംഹറത്തുൽ അംസാൽ എന്ന ഗ്രന്ഥത്തെ പോലെയുള്ള, അത് ലിൽ അസ്കരി, അസ്കരിയുടെ ഗ്രന്ഥമാണ്. വ കിതാബ് മജ്മഉൽ അംസാൽ ലിൽ മൈദാനി, അൽ മൈദാനിയുടെ മജ്മഉൽ അംസാലിനെ പോലെയുള്ള അങ്ങനത്തെ പല ഗ്രന്ഥങ്ങളിലും പിൽക്കാലത്ത് അബ്ബാസി കാലഘട്ടത്തിൽ തെരഞ്ഞുപിടിച്ച് ഇത്തരം മസലുകളെ ക്രോഡീകരിക്കുന്ന, അവ ഡോക്യുമെൻ്റ് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിത്തീർന്നു. മിമ്മാ സഹമ ഫി ഹിഫ്ളിഹാ വ നഖ്ലിഹാ ലിൽ അജിയാലിൽ ലാഹിഖ, ഇതാണ് യഥാർത്ഥത്തിൽ സഹായിച്ചിട്ടുള്ളത്. മിമ്മാ സാഹമ, അത് സഹായിച്ച കാര്യത്തിൽപ്പെട്ടതാണ്. എന്തിൽ? ഫി ഹിഫ്ളിഹ, അവ സംരക്ഷിക്കുന്ന കാര്യത്തിലും, വ നഖ്ലിഹ, അവ കൈമാറ്റം ചെയ്യപ്പെടുന്ന കാര്യത്തിലും, ലിൽ അജിയാലിൽ ലാഹിഖ, തുടർന്ന് വന്ന തലമുറകൾക്ക്. അജിയാൽ ജീലിൻ്റെ ജമ്മാണ് അജിയാൽ, തലമുറകൾ. ലാഹിഖ, തുടർന്ന് വന്നിട്ടുള്ള. ഇനി മുമയ്യിസാത്തുൽ അംസാൽ, ഇത്തരം മസലുകളുടെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്താണ്? തമയ്യസത്തിൽ അംസാലു ബി ഖുദ്റതിഹ അലൽ ഈജാദ് വ തക്ഫീഫ്, ഇത്തരം മസലുകൾ സവിശേഷത ഉള്ളതാകുന്നത്, വ്യതിരിക്തമാകുന്നത് അതിൻ്റെ ബി ഖുദ്റതിഹ, അതിൻ്റെ കഴിവാണ്. എന്തിനുള്ള കഴിവ്? അലൽ ഈജാസ്, കാര്യങ്ങളെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കാൻ. അതിൻ്റെ വാചകങ്ങൾ വളരെ ചുരുങ്ങിയതായിരിക്കും, പക്ഷേ ആശയം വളരെ വലുതായിരിക്കും. തക്ഫീഫ്, അത് ഖനീഭവിച്ചതായിരിക്കും, ഖനമുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആശയം വളരെ വലുതായിരിക്കും. ഈ രൂപത്തിൽ അതിന് ശേഷിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മിമ്മ ജഅലഹ തഅ്തമിദു അലൽ ഹദ്ഫി ഫി തഅബീരി അനിൽ ഫിക്ര,
അതുകൊണ്ട് തന്നെ ഈ സംഗതി ഇത്ര സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുന്ന കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംഗതി ഒരാശയത്തെപ്പറ്റി വാചാലമായി പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, ഈ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതി, അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു പഴഞ്ചൊല്ല് മാത്രം പറഞ്ഞാൽ മതി. അതിലേക്ക് അവലംബിക്കാൻ അത് പ്രാപ്തമാക്കി. മിമ്മാ ജഅലഹ തഅ്തമിദു അല അവലംബിക്കുക, അൽ ഹദ്ഫ് ഒഴിവാക്കൽ, ഫി തഅബീർ എന്തെങ്കിലും പിന്നെ കാര്യങ്ങളൊന്നായിട്ട് പറയും, അനിൽ ഫിക്ർ ആശയത്തെ പറ്റി പറയും, കുറേ വാചാലമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഹാദൽ അംറു ദഫഅൽ ലുഗവിയ്യീന ഇല ലുജൂഇ ലിത്തഅ്വീലി ഫീ ശർഹി മആനിഹ വ ഇഅ്റാബിഹ. ഇങ്ങനെ ആളുകൾ പിന്നെ ആശയം ചിന്തകൾ അവതരിപ്പിക്കുന്നിടത്ത് ഇവ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഭാഷാ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചു. ദഫഇല പ്രേരിപ്പിക്കുക, തള്ളിവിടുക, പ്രേരിപ്പിക്കുക എന്നാണ്. അവരെ പ്രേരിപ്പിച്ചു. എന്ത് പ്രേരിപ്പിച്ചു? അൽ ലുജൂ അഭയം പ്രാപിക്കാൻ. അൽ ലുജൂ എന്തിലേക്ക്? ലിത്തഅ്വീലി ഫീ ശർഹി മആനിഹ ഈ മസലുകളുടെ പിന്നെ ആശയം വിശദീകരിക്കുന്നതിലേക്ക്, വ്യാഖ്യാനിക്കുന്നതിലേക്ക്. വ ഇഅ്റാബിഹ അതിൻ്റെ ഇറാബ് എന്താണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പിന്നീട് ഭാഷാ പണ്ഡിതന്മാരെ പ്രേരിപ്പിക്കുന്ന ഘടകമായി തീർന്നത് ഇത് എല്ലായിടത്തും ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് ആശയം ഇവ പറയാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. കമഷ്തഹറത്തിൽ അംസാലു ബി ജമാലി തസ്വീരിൽ ഫന്നി. അതോടൊപ്പം തന്നെ ഇത്തരം മസലുകൾ അവ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. എന്തിലൂടെ? ബി ജമാലി തസ്വീരിൽ ഫന്നി കലാപരമായിട്ടുള്ള ചിത്രീകരണത്തിൻ്റെ ഭംഗിയിൽ. അതായത് ഒരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി, ആ ഒരു കലയിൽ അടങ്ങിയിട്ടുള്ള കല, ആ ഒരു ഭംഗിയിൽ ഇത് പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. ഹൈസുസ്തആനത്ത് ബി തഷ്ബീഹ് അതിൽ എന്തൊക്കെയുണ്ട് കലാപരമായ ഭംഗി എന്നാൽ തസ്വീറുൽ ഫന്നി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ ബലാഗയായിട്ട് പറയുന്ന സംഗതിയൊക്കെയാണ് തസ്വീറുൽ ഫന്നിയോട് ഉദ്ദേശിക്കുന്നത്. ഹൈസുസ്തആനത്ത് അതിൽ സഹായമുണ്ടാവും, അല്ലെങ്കിൽ അത് സഹായം തേടിയിട്ടുണ്ട്. ബി തഷ്ബീഹ് ആരുടെ സഹായം? എന്തിൻ്റെ സഹായം? തഷ്ബീഹിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ പല മസലുകളും പലതും എന്താ കാരണം തഷ്ബീഹ് ഉൾക്കൊള്ളുന്നതായിരിക്കും. വൽ കിനായ അല്ലെങ്കിൽ കിനായ ഉൾക്കൊള്ളുന്നത്. കിനായ എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നതാണ്, ബലാഗയിലെ ഒരു ഇനമാണ്. വൽ ഇസ്തിആറ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ. ഫഹഖഖത്ത് അർഖാ ദറജാത്തിൽ ബലാഗ ഫി തഅബീരി വദ്ദിഖ ഫിൽ ഇദാഹി. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം മസലുകളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവ നേടിയെടുത്തു. ഹഖഖത്ത് എന്ത് നേടിയെടുത്തു? അർഖാ ദറജാത്തിൽ ബലാഗ ബലാഗയുടെ ഏറ്റവും ഉയർന്ന പദവികൾ. ദറജത്ത് ദറജാത്ത് പദവികൾ. അർഖാ ഏറ്റവും ഉന്നതമായ എന്തിലുള്ള? ഫി തഅബീരി വദ്ദിഖ ഫിൽ ഇദാഹി തഅബീറിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത്. അതോടൊപ്പം വദ്ദിഖ ഫിൽ ഇദാഹി വ്യക്തതയിലെ സൂക്ഷ്മത. ദിഖത്ത് കൃത്യത. ഒരു കാര്യത്തെ വ്യക്തമായി അവതരിപ്പിക്കുന്നതിലെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ അവ അവതരിപ്പിക്കാൻ കഴിയുന്നു. അതിൻ്റെ സ്ഥാനത്തിലൊക്കെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയെടുക്കാൻ ഇത്തരം മസലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ബിൽ ഇദാഫത്തിൽ അദാലിക്ക ഇതിനും പുറമെ എഴുത്തമദത്തിൽ അംസാലു ഇത്തരം മസലുകൾ അവലംബിച്ചിട്ടുണ്ട്. എഴുത്തമദ അല നമ്മൾ പറഞ്ഞിട്ട് അല ഉണ്ടാവും. എന്തിനവലംബിച്ചു? അല സജ്ഇ വത്തവാസുനി അതിൽ സജ്ഇനെ അവലംബിച്ചു. സജ്ജും ബലാഗിലെ ഒരു ഇനമാണ്. അതിൻ്റെ പ്രാസൊക്കെ വത്തവാസുന അതിൻ്റെ തുലനമൊക്കെ ഒരു സെൻറ്റൻസിന് അനുയോജ്യമായ അടുത്ത സെൻറ്റൻസ് 2 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ആ നിലക്കുള്ള സംഗതിയൊക്കെ. മിമ്മക്സബഹ ഈഖാഇൻ മ്യൂസിഖിയൻ അസ്ബൻ വസഹിൽ അൽ ഹിഫ്ദ് അങ്ങനെ അതിനൊരു ഒരു പ്രാസമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ 2-3 സെൻറ്റൻസൊക്കെ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരേ വലിപ്പത്തിലും തൂക്കത്തിലൊക്കെ ഉള്ള സംഗതി ഒരേ ഇനത്തിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മ്യൂസിക്കൽ ഇമ്പം അതിനുണ്ട്. ഈഖാഇൻ മ്യൂസിഖിയൻ ഒരു മ്യൂസിക്കൽ റിഥം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതോടൊപ്പം അസ്ബൻ അത് വളരെ ആസ്വാദ്യകരമാണ്. വസഹിൽ അൽ ഹിഫ്ദ് അത് ഹിഫ്ളാക്കാൻ എളുപ്പവുമായി തീർന്നു. വഹുവ മാ സാഅദ ഫി ഇന്തിശാരിഹ അതുകൊണ്ട് തന്നെ ഇത് വ്യാപിക്കാൻ കാരണമായി. സാഅദ സഹായിച്ചു. വതനാഖുലിഹ അവ കൈമാറ്റം ചെയ്യാനും ബിസുഹൂലത്തിൻ വളരെ എളുപ്പത്തിൽ ബൈനന്നാസി ആളുകൾക്കിടയിൽ. അപ്പോൾ അതാണ് മസലുകളെ പറ്റി പറയാനുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു ഇനമാണ്, നസറിലെ ഒരു ഇനമാണ് മസൽ. അതിനെപ്പറ്റിയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത ഹിക്കം ജാഹിലിയ കാലഘട്ടത്തിലുണ്ടാകുന്ന ഹിക്കം പറഞ്ഞാലും ചിന്തയിൽ അധിഷ്ഠിതമായ ചില തത്വജ്ഞാനങ്ങൾക്കാണ് ഹിക്കം എന്ന് പറയാം. അൽ ഹിക്കം എന്ന് പറഞ്ഞാൽ ഇബാറാത്തുൻ മൂജസ വ മഷ്ഹൂറ പ്രസിദ്ധവും സംക്ഷിപ്തവുമായ വാചകങ്ങളായിരിക്കും, സെൻറ്റൻസുകളായിരിക്കും, ഇബാറാത്തുകളായിരിക്കും. തത്തസിമു ബി ജമാലി തഅബീരി വ ഉമുഖിഹി ഇതിൻ്റെ ഒരു സവിശേഷത. തത്തസിമു അതിന് വ്യതിരിക്തമാണ് അല്ലെങ്കിൽ സവിശേഷതയുള്ളതാണ്. ബി ജമാലി തഅബീർ അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ ഭംഗി. വ ഉമുഖിഹി അതിൻ്റെ ആശയത്തിലെ ആഴം. ആഴം. മുസ്തമിദ്ദത്തും മിൻ തജാറുബിൻ ഇൻസാനിയ സെരിയ സമ്പന്നമായ മനുഷ്യൻ്റെ അനുഭവത്തിലൂടെയാണ് ഇതുണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ സംഗതി പറഞ്ഞിട്ടുണ്ടാവുക എന്തേ കാരണം ഇത്തരം തത്വജ്ഞാനങ്ങൾ അവ അവലംബിക്കപ്പെട്ടത് മുസ്തമിദ്ദ എവിടുന്നാണ്? മിൻ തജാറുബിൻ ഇൻസാനിയ മനുഷ്യ അനുഭവങ്ങളെയാണ്. അതും സെരിയ സമ്പന്നമായ.
ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഇൻതശറത്തിൽ ഹിക്കമു ബൈനന്നാസ്, ആളുകൾക്കിടയിൽ ഇത്തരം ഹിക്കമുകൾ വ്യാപിച്ചു. ഹൈസു എഴുത്തമദു അലൈഹ, ആളുകൾ അതിനെ അവലംബിച്ചു. എഴുത്തമദ് അല ലിനഖ്ലി ഖിബറാത്തിഹിം, അവരുടെ അനുഭവങ്ങളെ കൈമാറാൻ, ഫി മുവാജഹത്തിൽ അഹ്ദാസിൽ മുഖ്തലിഫ, വ്യത്യസ്ത സംഭവങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ അവർക്കുണ്ടായ കുറേ എക്സ്പീരിയൻസ് അവ കൈമാറ്റം ചെയ്യാൻ. ബിഹദ്ഫി തൗജീഹിൽ ആഖരീൻ, അത് അങ്ങനെ ആളോട് പറയുമ്പോൾ ഒരു ലക്ഷ്യം എന്താണ്? ബിഹദ്ഫിൻ, ഒരു ലക്ഷ്യത്തിൽ, തൗജീഹിൽ ആഖരീൻ, മറ്റുള്ളവർക്ക് മാർഗം കാണിക്കാൻ, ഡയറക്ഷൻ കൊടുക്കാൻ. നെഹ്വ സ്വവാബി, ശരിയായ വഴി ഏതാണ്? മിൻ ഖിലാലി ഹാദിഹി തജാറുബിൽ ഹയാത്തിയ, ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവം, അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ശരിയായ മാർഗം ഏത് എന്ന് മറ്റുള്ളവർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ, അതിന് മാർഗം കാണിക്കുന്ന ലക്ഷ്യത്തിലാണ് അവരിത് ആളുകളിലേക്ക് കൈമാറ്റം ചെയ്തത്. മിനൽ ഉമൂർ അല്ലത്തി സാഅദത്തിൽ തഅ്സീരിൽ ഹിക്കമി വ ഖീമത്തിഹ, ഇത്തരം ഹിക്മത്തുകൾ, ഇത്തരം തത്വജ്ഞാനങ്ങൾ സ്വാധീനമുണ്ടാകുവാനും അതിന് വാല്യൂ ഉണ്ടാകുവാനും സഹായിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. മിനൽ ഉമൂർ, കാര്യങ്ങളിൽപ്പെട്ടതാണ്. സാഅദ, സഹായിച്ചു. ഖീമത്ത്, വാല്യൂ. എന്താണ് ആ കാര്യങ്ങളിൽപ്പെട്ടത്? അന്നഹ, അവ ഉഖ്തുബിസത് വ ഉദുരിജത് ഫിൽ അശ്ആരി വൽ അഖ്വാൽ, അതുകൊണ്ട് അതിന് മൂല്യം ഉണ്ടായത്. അവ കോട്ട് ചെയ്യപ്പെട്ടു. ഉഖ്തുബിസത്ത്, കോട്ട് ചെയ്യപ്പെട്ടു. വ ഉദുരിജത്ത്, അദ്റജ ഫി എന്ന് പറഞ്ഞാൽ ഉൾച്ചേർത്തു. അവ ഉൾച്ചേർത്തു ഫിൽ അശ്ആരി, പല ഷിഅറുകളിലും. വൽ അഖ്വാലി, ആളുകളുടെ വാക്കിലൊക്കെ പിന്നെ അതിങ്ങനെ ഉദ്ധരിക്കാൻ തുടങ്ങി. അത് അവ ആളുകൾക്ക് സ്വാധീനം ഉണ്ടാവാൻ വേണ്ടി സഹായിച്ചൊരു കാര്യമാണ്. ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഇഷ്തഹറ ബൈനൽ അറബി മജ്മുഅത്തും മിനൽ ഹുക്കമായി, അറബികൾക്കിടയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ഇത്തരം തത്വജ്ഞാനികൾ പ്രസിദ്ധരായിട്ടുണ്ട്. ഹുക്കമാ, ഹക്കീമുൻ ജമ ഹുക്കമാ, മിസുലാരെ പോലെ, അക്സമുബിന് സൈഫി, നമ്മൾ നേരത്തെ പറഞ്ഞ അക്സമിനെ പോലെ, ആമിർ ബിൻ ലർബ്, അക്സബിന് ആമിർ, ഹർമിബിനു ഖുതൈബ, വലീദ് ലബീദ് ബിൻ റബീഅ വഗൈറുഹും, ഇവരല്ലാത്തവർ. വഖദ് തദാവല അറബു ഫിൽ തിൽക്കൽ ഫത്ര, ഈ കാലഘട്ടത്തിൽ അറബികൾ കൈകാര്യം ചെയ്തു അൽ അദീദ മിൻ അൽ ഹിക്കം, നേരത്തെ പറഞ്ഞ അൽ അദീദ് മിൻ എന്നുള്ള പ്രയോഗം ധാരാളം എന്ന് പറയാൻ വേണ്ടി അൽ അദീദ് മിൻ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ഹിക്മത്തിൻ്റെ ജമാണ് ഹിക്കം, ധാരാളം ഹിക്കമുകൾ അറബികൾ കൈകാര്യം ചെയ്തു. അൽ അറബ് അറബികൾ, അറബീൻ്റെ ജമാണ് അറബ്, അറബി എന്ന ഒരു അറബി, അൽ അറബ് അറബികൾ. അപ്പോൾ അവർ ധാരാളം ഹിക്മത്തുകൾ ആ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ലത്തി ലല്ലത്ത് മഹ്ഫൂദത്തൻ, അവയാകട്ടെ സംരക്ഷിക്കപ്പെട്ടവയാണ്. വ മുതദാവിലത്തൻ, അവ ഉപയോഗിച്ചിരുന്നു. അല അൽസിനത്തിഹിം, അവരുടെ നാവുകളിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പല സന്ദർഭങ്ങളിലായിട്ട് അവ ഉപയോഗിക്കാറുണ്ടായിരുന്നു. മുമയ്യിസാത്തുഹ, ഇതിൻ്റെ സവിശേഷതകളാണ്. തമയ്യസത്തിൽ ഹിക്കമു ബിഇദ്ദത്തി ഖസായിസ ബാരിസ, പ്രകടമായ വ്യത്യസ്തങ്ങളായ ധാരാളം സവിശേഷതകൾ കൊണ്ട് വ്യതിരിക്തമാണ് ഇത്തരം ഹിക്മത്തുകൾ. മിൻഹ, അതിൽപ്പെട്ടതാണ് ഈജാസുൽ ലഫ്ള്, അതിലെ പദങ്ങൾ വളരെ സംക്ഷിപ്തമായിരിക്കും. വ റൗഅത്തു തഷ്ബീഹ്, തഷ്ബീഹിലെ സാദൃശ്യപ്പെടുത്തി പറയുന്നതിൽ അതിൻ്റെ ഭംഗി, റൗഅത്ത്. വ ദിഖത്തുൽ മഅന, ആശയത്തിലെ സൂക്ഷ്മത, കൃത്യത. വ ജൗദത്തുൽ കിനായ, കിനായത്തിൻ്റെ ഭംഗി, അതിൻ്റെ ഗുണാത്മകത. ജൗദത്താണ് ഗുണാത്മകത, ജയ്യിദൻ സ്ഥലം. കിനായ എന്നാൽ വ്യംഗ്യമായി പറയൽ. വ ബിഇഅ്തിബാരിൽ ഹിക്കമി അഖ്വാലൻ ഖസീറ, ഇനി ഹിക്മത്ത് എന്ന് പറയുന്ന ഇത്തരം തത്വജ്ഞാനങ്ങൾ ഷോർട്ടായ വാക്കുകളാണ് എന്നത് പരിഗണിക്കുമ്പോൾ ഫഖദ് കാനത്ത് ഗാലിബൻ തുതദാവൽ ഫി മജാലിസിൽ ആമ്മ, അതുകൊണ്ട് തന്നെ ഇത് പൊതു സദസ്സുകളിൽ ധാരാളം സമയത്ത് സാധാരണയായി പൊതു സദസ്സുകളിലൊക്കെ അവ ഉപയോഗിക്കപ്പെട്ടു. തുതദാവലും ഉപയോഗിക്കപ്പെട്ടു. ഗാലിബൻ, സാധാരണഗതിയിൽ, അധികമായിട്ടും. ഹൈസു തുഖാൽ ഇസ്തിജാബത്തൻ ലി മൗഖിഫിൻ മുഅയ്യനിൻ, എത്രത്തോളം ഇത് ഏതെങ്കിലും നിർണിതമായ സന്ദർഭത്തിൻ്റെ തേട്ടമായിട്ട് അവ പറയപ്പെട്ടിരുന്നു. ദൂന തഖ്തീത്തിൻ മുസ്ബഖിൻ, ഒരു മുന്നൊരുക്ക പ്ലാനിങ് ഒന്നുമില്ലാതെ ഒരു സന്ദർഭത്തിൽ ആ സന്ദർഭത്തിന് യോജിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിന് തേട്ടായിട്ട് ആൾക്കാർ ഇത്തരം ഹിക്മത്തുകൾ പറയും. അല്ലാതെ പ്ലാൻ ചെയ്ത് ആ സമയത്ത് പറയണമെന്ന് കരുതിയിട്ടല്ല. ആ സമയം എത്തുമ്പോൾ, ആ സന്ദർഭം എത്തുമ്പോൾ അറിയാതെ ഈ ഒരു ഹിക്മത്ത് പറഞ്ഞു പോകും. ഔ തെർത്തീബിൻ, അല്ലെങ്കിൽ ഒരു ക്രമമൊന്നുമില്ലാതെ. ഹൈസുന്ന ഹത്തസമത്ത് ബി തോബഇൻ അഫവിയും, അതുകൊണ്ട് തന്നെ ഇതിനെപ്പോഴും ഒരു തോബഉൽ അഫവി ഉണ്ടായിരുന്നു. തോബ അഫവിയ, തോബ എന്ന് പറഞ്ഞാൽ ഒരു മുദ്രണം, എന്നിൻ്റെ അഫവിയ എന്നാൽ പൊടുന്നനെയുള്ള ഒരു സ്പോണ്ടനിയസ്ലി എന്ന് പറയുന്ന പോലെ പൊടുന്നനെ എന്ന ആശയം, ആ തോബഉൽ അഫവിയ എന്തിനുണ്ട്, ഹിക്മത്തുകൾക്ക് ഉണ്ടായിരുന്നു. അതേപോലെ വലിർത്തിബാത്തുൽ മുബാഷർ, ഡയറക്റ്റായുള്ള കണക്ഷൻ ഉണ്ടാവും, ബന്ധം ഉണ്ടാവും. ബിൽ വാഖഇ, യാഥാർത്ഥ്യങ്ങളുമായിട്ട്, റിയാലിറ്റിയുമായിട്ട് ഡയറക്റ്റ് ബന്ധം എപ്പോഴും ഹിക്മത്ത് അവതരിപ്പിക്കുന്നിടത്ത് കാണാൻ പറ്റും. അടുത്തത് അൽ വസായ, വസീയത്താണ്. അടുത്തൊരു ഇനമാണ്, നസറിലെ ഇനമാണ്. അൽ വസായ ഹിയ കെലിമാത്തുൻ, ചില വാക്കുകളാണ്. തഹ്മിലുൻ നുസഹ് വൽ ഇർഷാദാത്ത്, കുറേ സതുപദേശങ്ങൾ അല്ലെങ്കിൽ നസീഹത്തുകൾ, ഗുണദോഷങ്ങൾ, അതേപോലെ
പിന്നെ മാർഗദർശനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കുറച്ച് വാക്കുകൾ. തസ്ദിറു അൻ ദവിൽ ഖിബ്റ വൽ ഹിക്മ, തത്വവും പരിജ്ഞാനവുമുള്ളവരുടെ അടുക്കൽ നിന്നാണ് ഇത്തരം വസിയത്തുകൾ ഉണ്ടാവുക. തസ്ദുറു അൻ, അത് ഉണ്ടായിത്തീരുന്നു ആരിൽ നിന്ന്? ദവിൽ ഖിബ്റ, ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന്. വഗാലിബമ്മ യഖൂലുഹ കിബാറു സിന്നി, സാധാരണഗതിയിൽ പ്രായമായവരാണ് ഇത് പറയാം. മിമ്മനക്തസബു തജാറുബ ഹയാത്തിയ ഖനിയ, അവരാവട്ടെ സമ്പന്നമായ ജീവിതാനുഭവങ്ങൾ നേടിയവരാണ്, ഇക്തസബ നേടി, അങ്ങനത്തെ പ്രായം ചെന്നവരാണ് ഇത് ഉപയോഗിക്കുക. ലിയൻ കൊലൂഹ ഇലൽ അജിയാലിൽ അസ്ഗർ, ചെറിയ തലമുറകളിലേക്ക് അവ കൈമാറാൻ വേണ്ടി അവരുടെ അനുഭവങ്ങൾ, അവിൽ അഖല്ല ഖിബ്റ, അല്ലെങ്കിൽ അവരെക്കാളും എക്സ്പീരിയൻസ് കുറഞ്ഞവരിലേക്ക് അവർ ഈ എക്സ്പീരിയൻസിനെ കൈമാറുക എന്ന ലക്ഷ്യത്തിൽ പ്രായം ചെന്നവരാണ് ഇത്തരം വസിയ്യത്തുകൾ നൽകാറുള്ളത്. തതമയ്യസുൽ വസായ ബി തർക്കീസിഹ അലൽ ഹസ്സി അല സുലൂക്കിൽ ഖവീമി വൽ ഫിഅലിൻ നാഫിഇ. ഇനി ഇതിൻ്റെ ഒരു സവിശേഷത പറയാണ്, ഇത് വ്യതിരിക്തമാകുന്നുണ്ട് ഈ വസായകൾ. എന്തുകൊണ്ട്? ബി തർക്കീസിഹ അല, റക്കസ അല തർക്കീസ് അല എന്നൊക്കെ പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്ന ഇത്തരം വസിയത്ത്? അലൽ ഹസ്സി അല സുലൂക്കി, ഹസ് അല എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക, ഹസ് അല പ്രേരിപ്പിച്ചു പറയും, അൽ ഹസ്സു അലാറ പ്രേരിപ്പിക്കൽ. അപ്പോൾ അൽ ഹസ്സി അല സുലൂക്കിൽ ഖവീം, സുലൂക്കുൽ ഖവീം എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവം, നല്ല സ്വഭാവങ്ങൾ. അൽ ഫിഅലുൻ നാഫിഅ്, ഉപകാരമുള്ള പ്രവൃത്തി. അപ്പോൾ ഉപകാരമുള്ള പ്രവൃത്തിയെയും നല്ല സ്വഭാവങ്ങളെയും പ്രേരിപ്പിക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇത്തരം വസിയത്ത് എന്നുള്ളത് ഈ വസിയത്തിൻ്റെ സവിശേഷതയാണ്. ഇലാ ജാനിബി ദിഖത്ത് ഇബാറാത്തിഹ, വളരെ സൂക്ഷ്മമായ അതിൻ്റെ സെൻറ്റൻസുകൾ, വതനാസുഖി ജമാലിഹ, വളരെ കോർവയുള്ള അതിൻ്റെ ഭംഗികൾ, അതിന് പുറമെ, ഇലാ ജാനിബിന് പുറമെ, അതിനെല്ലാം പുറമെ, കൗനുഹ ആയിരിക്കുന്നു നിതാജ ഖിബ്റത്തിൻ ത്വവീല, നീണ്ട ഒരു അനുഭവങ്ങൾ റിസൾട്ടാണ്. മുലാഹല അമീഖ, ആഴമേറിയ നിരീക്ഷണത്തിൻ്റെ റിസൾട്ടാണ് വസിയത്തുകൾ എന്ന് കാണാൻ പറ്റും. വമിൻ അബുറസി അയലാമിൽ വസായ ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഇത്തരം വസിയത്തുകളിൽ പ്രഗത്ഭരായ മഹാരഥന്മാരിൽ ഏറ്റവും പ്രസിദ്ധരായത്, അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ വസിയത്ത് എന്നൊക്കെ പറയുന്നത് ഇതാണ്. വസിയത്ത് സുഹൈർ ബിൻ ജനാബ് അൽ കലബി, മൂപ്പര വസിയ. വസിയത്ത് സൗജത്തി ആഫ് ബിൻ മൽഹം അഷൈബാനി, മൂപ്പരുടേത്. വസിയത്ത് ആമിർ ബിൻ ഉള്ളറബ് ലിഖൗമിഹി, ആമിർ ഉള്ളർമ് തൻ്റെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വസിയത്ത്. ഹൈദു ഖാല ഫിഹ, ആ വസിയത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. അശറ അദ്വാൻ സമൂഹമേ, ലാ തഷ്മതൂ ബിദ്ദില്ല, നിങ്ങൾ നിന്യതയിൽ സന്തോഷിക്കരുത്. ദില്ലത്ത് വീഴ്ച, നിന്യത, അതായത് മറ്റുള്ളവരുടെ വീഴ്ചയിൽ നിങ്ങൾ സന്തോഷിക്കരുത്. വലാ തഫ്റഹൂ ബിൽ ഇസ്സ, ഇസ്സത്തിൽ നിങ്ങൾ അധികമായി ആനന്ദിക്കരുത്. സ്വന്തത്തിന് ഒരു നേട്ടം കിട്ടുമ്പോൾ, ഇസ്സത്ത് ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ആനന്ദിക്കാനും പാടില്ല, മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കാനും പാടില്ല. ഫബികുല്ലി ഐഷിൻ, എല്ലാ ജീവിതത്തിലെല്ലാവരും, യഈഷുൽ ഫഖീറു മഅൽ ഖനിയ്യ്, എല്ലാ ഫഖീറും ജീവിക്കുന്നത് സമ്പന്നനോടൊപ്പം തന്നെയാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരാളെ വീഴ്ചയിൽ ഒരാൾ സന്തോഷിക്കേണ്ട എന്ന രൂപത്തിലാണ് അദ്ദേഹം പറയണത്. വമൻ യറാ യൗമൻ യുറാ ബിഹി, ആരെങ്കിലും ഒരു ദിവസം തൻ്റെ ശത്രുവിനെ കണ്ടാൽ അതേപോലെ തന്നെക്കുറിച്ച് തന്നൊരു ശത്രുവായിട്ട് അങ്ങോട്ടും കാണാൻ സാധിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കാണപ്പെടും. വമൻ, ആരെങ്കിലും യറ കണ്ടാൽ, യൗമൻ ഒരു ദിവസം കണ്ടാൽ, യുറ കാണപ്പെടും, ബിഹി അവൻ കാണപ്പെടും, അതേപോലെ തന്നെ. വഅഇദ്ദൂ ലികുല്ലി ഇംറിഇൻ ജവാബ, എല്ലാവരും ആ ശത്രുവിന് അതിന് മറുപടി കൊടുക്കാൻ എല്ലാവിധ സന്നാഹത്തോടു കൂടിയും നേരത്തെ ഒരുങ്ങണം. അപ്പോൾ ശത്രു അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. ഏത് സമയവും തൻ്റെ ഗോത്രത്തിലേക്ക് ശത്രുക്കൾ ചാടി വീഴും, തൻ്റെ കുടുംബത്തെ കൊള്ളയടിക്കും, ഭാര്യമാരെ, പെൺകുട്ടികളെ, സ്ത്രീകളെയൊക്കെ കൊണ്ടുപോകും, തൻ്റെ കുടിവെള്ളത്തിൻ്റെ കേന്ദ്രമായ വെള്ളം കൊള്ളയടിക്കും, അത് പിടിച്ചെടുക്കും. ഇതൊക്കെ സമയത്തുണ്ട്. അപ്പം എല്ലാ നിലക്കുള്ള ഒരുക്കം. അഇദ്ദൂ, നിങ്ങൾ ഒരുങ്ങുക. ലികുല്ലിംരി, എല്ലാവരും തയ്യാറെടുക്കണം. ജവാബഹു, ഈ ശത്രുവിനെ ഏറ്റുമുട്ടാൻ. ഇന്ന മഅ സഫാഹത്തിൻ നദാമ, വിഡ്ഢിത്തം, ആ വിഡ്ഢിത്തത്തിൻ്റെ കൂടെയാണ് എന്തുണ്ടാവുക? ഖേദമുണ്ടാവുക. ഒരാൾ വിഡ്ഢിത്തം പ്രവർത്തിച്ചാൽ അതിൻ്റെ അവസാനം ഖേദേക്കാരം. വല്ലുഖൂബത്തു നകാലുൻ, പര്യവസാനം ശിക്ഷയായിരിക്കും വിഡ്ഢിത്തം കാണിച്ചാൽ. വഫീഹ ദമാമ, എന്നാൽ ആ ശിക്ഷ, അതിലാണ് എന്തുണ്ടാവുക? പല സംരക്ഷണം ഉണ്ടാവുക, സുരക്ഷിതത്വം ഉണ്ടാവുക, അവകാശങ്ങളൊക്കെ ഉണ്ടാവുക. ശിക്ഷ കൊടുക്കുമ്പോഴാണ്, ശിക്ഷ ലഭിക്കുമ്പോഴാണ് മനസ്സിലാവുക. വലിൽ യദിൽ ഉൽ ആഖിബ, നന്മ ചെയ്യുന്നവനാണ് നല്ല പര്യവസാനം ഉണ്ടാവുക. യദിൽ ഉല്യ എന്ന നല്ല ഉയർന്ന കൈന, ഹദീസിൽ വന്നല്ലോ, ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാളും ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. അല്ലെ യദുൽ ഉല്യ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ്, മുഴത്തി. നൽകുന്നവൻ്റെ കൈ എപ്പോഴും മുകളിലായിരിക്കും, വാങ്ങുന്നവൻ്റെ കൈ താഴെയായി. കാരണം അപ്പോൾ കൊടുക്കുന്നവൻ്റെ കൈയാണ് നല്ലതെന്ന് വിശ്വാസം പറയാൻ കാരണം അതിനെപ്പറ്റി പറഞ്ഞത് അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല എന്നാണ്.
അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അല്യദുൽ ഉല്യ പറഞ്ഞാൽ നന്മ ചെയ്യാനാണ്. നന്മ ചെയ്യുന്നവർക്ക് ആണ് നല്ല ആഖിബത്ത് ഉണ്ടാവുക, നല്ല പര്യവസാനം ഉണ്ടാവുക. വൽ ഖവദ് റാഹ, അതോടൊപ്പം തന്നെ ഖവദ് എന്താണ്, അത് ആശ്വാസമാണ്. ഖവദ് എന്ന് പറഞ്ഞാൽ ഖിസാസ്, പ്രതിക്രിയ ചെയ്യുക. ഇങ്ങോട്ട് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് കൊല്ലുക. ഒരാൾ പിന്നെ ഒരു ഭാഗമാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അവയവം തിരിച്ചും അവിടെ അതേപോലെ എന്ത് ചെയ്യാം, ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ആ നിലക്ക് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്ന് പറഞ്ഞ പോലെ തന്നെ പകരത്തിന് പകരം ഇസ്ലാമികമായിട്ട് പറയുന്ന പോലെ തന്നെ അന്നത്തെ കാലത്ത് അവർ നിലനിന്ന് പോന്നിരുന്നത് ഇങ്ങോട്ടൊരാൾ ഗോത്രത്തിനൊരാൾ വെട്ടിയാൽ അങ്ങോട്ട് വെട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിക്രിയ എന്നുള്ളത് ശരിക്കും ആശ്വാസമാണ്. ലാലക്ക വല ആലയിക്ക, നിനക്കല്ല നിനക്കെതിരിലും അല്ല, ആ നിലക്ക് അതൊരു ആശ്വാസമായ പ്രക്രിയയാണ്. സമൂഹത്തിനൊന്നിച്ച് നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് പേടിച്ചിട്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രതിക്രിയ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഇന്നൊക്കെ ആൾക്കാർ വിട്ടിക്കും. ഇതാശി തവജത്ത മിസിലക്ക, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നീ ഉദ്ദേശിച്ചാൽ വജത്ത മിസിലക്ക, നിന്നെപ്പോലെയുള്ളവരെ കണ്ടെത്താം എന്ന് പറഞ്ഞാൽ നിൻ്റെ താല്പര്യമുള്ള, നിൻ്റെ ആഗ്രഹമുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ നന്മ ഉള്ള ആളുകളൊക്കെ നിനക്ക് കണ്ടെത്താൻ കഴിയും. ഇന്നാലേക്ക് കമാ അന്നലക്ക്, നിനക്ക് കിട്ടേണ്ട അവകാശങ്ങളെപ്പോലെ തന്നെ നിനക്ക് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. പലപ്പോഴും പലരും അവകാശത്തെ പറ്റി സംസാരിക്കും, പക്ഷേ താൻ ചെയ്തു കൊടുക്കേണ്ട കടമയെപ്പറ്റി മറന്നു പോകും. കിട്ടാനുള്ളത് മാത്രം ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇന്ന അലയിക്ക, നിൻ്റെ മേൽ ബാധ്യതയുണ്ട്. കമാനലക്ക, നിനക്ക് കിട്ടാനുള്ള പോലെ തന്നെ മറ്റുള്ളവരെന്ന് കിട്ടാനുള്ള അവകാശങ്ങളെപ്പോലെ തന്നെ. വലിൽ കസ്റത്തി റുഅബു, ധാരാളം കാര്യങ്ങൾ ചെയ്യുക, കസ്റത്ത് അല്ലെങ്കിൽ ധാരാളം ഉത്തരവാദിത്തം എടുക്കുക. ഇത് പിന്നെ എന്ത് ചെയ്യും, പലപ്പോഴും ഭയത്തിലേക്കും അസ്വസ്ഥതയിലേക്കും നയിക്കും. അപ്പോൾ കഴിയുന്നത് ഏറ്റെടുക്കുക, കഴിയുന്നത് ചെയ്യുക, എല്ലാമാടെ ഏറ്റെടുത്തിട്ട് പിന്നെ അത് അസ്വസ്ഥത ഉണ്ടാകും, അത് ഭയം ഉണ്ടാകും, ആ രൂപത്തിലേക്ക് എത്തിക്കും. വലിസ്വബരിൽ ഗലബത്തു, അതോടൊപ്പം മനസ്സിലാക്കണം ക്ഷമയിലൂടെയാണ് വിജയം അതിജീവനം സാധ്യമാകുക. അപ്പോൾ ഏത് വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വന്നാലും ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക. അവൻ തൊലബ ഷൈഅൻ വജദഹു, ആരെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചാൽ അവനത് കിട്ടും അല്ലേ. നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ കിട്ടും എന്ന് പറയില്ലേ, പരിശ്രമിച്ചാൽ കിട്ടും. വഇല്ലം യജിദ്, നീ കിട്ടിയില്ലെങ്കിലോ യൂഷിക്കു അയ്യ ഖരീബൻ മിൻഹു, അത് ഉടനെ കിട്ടാറായിട്ടുണ്ട്, അത് കിട്ടാതിരിക്കൂല എന്ന് അത്രയും പോസിറ്റീവ് എനർജി കൊടുക്കുന്ന, മോട്ടിവേഷൻ നൽകുന്ന, ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തത്വങ്ങളുടെ, ജ്ഞാനങ്ങളുടെ വഴികളാണ് ആമിർ ഇബ്നു ലർബ് അദ്ദേഹം അൽ അദ്വാനി, ഈ അദ്വാൻ ഗോത്രക്കാരനായ അദ്ദേഹം അവതരിപ്പിച്ചുള്ളത്. അദ്ദേഹം ഈ കുടുംബം തോയിഫിൻ്റെ അടുക്കലാണ്, ഇന്നത്തെ തോയിഫിൻ്റെ അടുത്താണ് അവർ താമസിച്ചിരുന്നത്. ഇന്നും അവരുടെ ബാക്കിക്കാർ അവിടെ ഉണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഹിക്മകളിൽ, അതേപോലെ ഈ ഒരു ഇത്തരം വാചകങ്ങൾ കൊണ്ട് ഈ പിൽക്കാലത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്വാനികൾ വരെ അഭിമാനം കൊള്ളാറുണ്ട്. അവരുടെ ആ ഒരു ഗോത്രത്തിൻ്റെ പ്രസിദ്ധി ചരിത്രത്തിൽ തന്നെ കാലങ്ങൾ, പ്രവാചകന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ്, അന്ന് തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസിദ്ധിയുള്ളവരാണ്. ദാഅസി തൻകസീർ എന്ന ധാരാളം പ്രസിദ്ധി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം പറയപ്പെടും ചരിത്രത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ആദ്യം തന്നെ ഹംറ് കുടിക്കാൻ പാടില്ല, കള്ള് കുടിക്കാൻ പാടില്ല എന്ന് വിലക്കിയ വ്യക്തി ആരെന്നുള്ള അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഉയർന്നു വരാറുള്ളത്. വഹുവ അവ്വലു മൻ ഹറമ ഷുർബൽ ഖമർ എന്നൊക്കെ ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തത്വങ്ങൾ നിറഞ്ഞ ഈ വസൂയത്ത്, ഈ ഉപദേശം, അദ്ദേഹത്തിൻ്റെ അദ്വാൻ കുടുംബത്തിന് കൊടുക്കുന്ന ഈ ഒരു വസൂയത്താണ്. ഇതിൽ ഒരുപാട് ഹിക്മത്തുകളും അംസാലും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു വസൂയത്തായിട്ട്, അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇത് വായിക്കാൻ കഴിയും. അടുത്തത് അൽ ഖിസസു, കഥകളാണ്. കാനത്തിൽ ഖിസസു ഫിൽ അസ്റിൽ ജാഹിലിയ കാലഘട്ടത്തിലെ കഥകളായിരുന്നു. വാഹിദത്തൻ മിൻ അബ്റസിൽ ഫുനൂൻ, ഒരു പ്രകടമായ ഒരു കലാരൂപം തന്നെയാണ്. അല്ലത്തി ലാഖത്ത് റവാജൻ വാസിഅൻ അൻദാഖ്, അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങേയറ്റം പ്രചാരം ലഭിച്ചിട്ടുള്ള റവാജ്, പ്രചാരം, ലാഖത്ത് അത് അഭിമുഖീകരിച്ചു, കണ്ടു, വാസിഅൻ വിശാലമായ നിലക്ക്, അൻദാഖ് പറഞ്ഞാൽ ആ കാലത്ത്, അന്നേരം. അപ്പം അങ്ങനെ വ്യാപകമായി പ്രചരിച്ച ഒരു ഇനം തന്നെയാണ് കഥകളും. തനവഅത്ത് മദാമീനുഹ ബൈനൽ അസാതീരി വൽ ഹികായാത്തി വൽ അസ്മാർ, അതോടൊപ്പം അതിൻ്റെ കണ്ടൻറ്റ് അത് വൈവിധ്യമായിരുന്നു. മദ്മൂൻ, മദാമീൻ എന്നാൽ അതിൻ്റെ ഉള്ളടക്കം അത് വൈവിധ്യമായിരുന്നു. തനവഅത്ത് നൗഉകൾ ഉള്ളതാണ്. ഏതൊക്കെ? ബൈനൽ അസാതീർ, ചിലത് ഐതിഹ്യങ്ങളാണ്, കെട്ടുകഥകളാണ്. വൽ ഹികായാത്ത്, ചിലത് സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള കഥകളാണ്. വൽ അസ്മാർ, ചിലത് രാക്കഥ പറയുന്ന കഥകളാണ്. വശക്കലത്ത് ജുസ് അൻ മുഹിമ്മൻ മിനൽ മൗറൂസി സഖാഫി, ഇത് രൂപപ്പെടുത്തിയെടുത്തു ഈ കഥകളൊക്കെ ജുസ് അൻ മുഹിമ്മൻ, ഒരു സുപ്രധാനമായ പാർട്ടിനെ, മിനൽ മൗറൂസി സഖാഫി, പരമ്പരാഗതമായിട്ടുള്ള പൈതൃകങ്ങളെ കൈമാറ്റം ചെയ്യുന്ന ഒരു കൃത്യമായൊരു പാർട്ടാക്കിയിട്ട് ഇതിനെ മാറ്റിയെടുത്തു. പൂർവികരുടെ, വല്യപ്പമാരുടെ കഴിഞ്ഞ കാലങ്ങളിലെ അതിനൊക്കെ സംഭവങ്ങൾ ഉദ്ധരിച്ച് ഇതിങ്ങനെ തലമുറകളിലേക്ക് കൈമാറുന്ന സംസ്കാരത്തിൻ്റെ ഒരു മൗറൂസ് അനന്തരമായി കൊടുക്കുന്ന ഒരു സംഗതിയായിട്ട് അതിനെ ഈ കഥ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അത് സഹായിച്ചിട്ടുണ്ട്. തവസ്സഅത്ത് ഹാദിഹിൽ ഖിസസു, ഈ കഥകൾ അതിങ്ങനെ പരന്നു കിടക്കുകയാണ്. ബൈന സഫഹാതി കുതുബിൽ അദബി, സാഹിത്യ ഗ്രന്ഥത്തിൻ്റെ പേജുകൾക്കിടയിലൂടെ, വത്താരീഖി, ചരിത്ര ഗ്രന്ഥങ്ങളുടെയും, വലംസാലി, മസലുകളുടെയൊക്കെ ഗ്രന്ഥങ്ങൾക്കിടയിൽ, വഹ്തവത്ത് ഫി തൊയ്യാത്തിഹ, അതിൻ്റെ മടക്കുകളിൽ ഉൾക്കൊള്ളുന്നുണ്ട്, അലാ റിവായാത്തിൻ, പല
റിവായത്തുകളും പല റിവായകളും പല കഥകളും. തഹ്കീ അൻ അയ്യാമിൽ ഹുറൂബി, ആ കഥകളൊക്കെ പറയുന്നത് ചിലതാവട്ടെ അയ്യാമുൽ ഹുറൂബിനെ പറ്റിയാണ്, അവരുടെ യുദ്ധകാലങ്ങളെ പറ്റിയാണ്. വൽ മആരികി ഷഹീറ, പ്രസിദ്ധമായ സംഭവങ്ങളെ പറ്റിയാണ്, സംഘടനകളെ പറ്റിയാണ്. മിസ്ലു ഏതുപോലെ യൗമി ദാഹിസ് വൽ ഖബ്ര, ദാഹിസ് അൽ ഖബ്ര യുദ്ധത്തെ പോലെ 40ഓളം വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധങ്ങളിൽപ്പെട്ട അയ്യാമുൽ അറബിൽപ്പെട്ട പ്രസിദ്ധമായ യുദ്ധമാണ് ദാഹിസ് അൽ ഖബ്ര. ദാഹിസ് അൽ ഖബ്ര യുദ്ധത്തിൻ്റെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സുഹൈർ ബിൻ അബി സുലമ പിന്നീട് തൻ്റെ മുഅല്ലഖ് രചിക്കുന്നത് കാണാൻ പറ്റും. അത് സുൽഹ് ചെയ്യാൻ വേണ്ടി പ്രമുഖരായ ആളുകൾ വന്നു, അവരെ മദ്ഹ് ചെയ്തുകൊണ്ടൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ലല്ലന്നാസു യൻഖുലൂന ഹാദിഹിൽ ഹികായാതി ശഫവിയ്യൻ അബ്റൽ അജിയാൽ, ജനങ്ങൾ ഈ കഥകളെ വാചികമായി തലമുറകളിലൂടെ അത് കൈമാറ്റം ചെയ്തു. ലല്ലനായിക്കൊണ്ടേയിരുന്നാണ്, യൻഖുലൂന അതിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷഫവി എന്ന് പറഞ്ഞാൽ വാചികമായി, അബ്റൽ അജിയാൽ, ജീല് അജിയാൽ തലമുറകൾ, അബ്റ എന്ന് പറഞ്ഞാൽ അതിലൂടെ തലമുറകളിലൂടെ. ഇലാ അൻ ബദഅ തദ്വീനുഹ ബിശക്ലിൻ മൻഹജിയ്യൻ ഫിൽ അസ്റിൽ ഉമവി, എത്രത്തോളം ഇലാ അൻ അതാകുന്നത് വരെ, ഏതുവരെ ബദഅ തുടങ്ങി, തദ്വീനുഹ അതിൻ്റെ ക്രോഡീകരണം, അത് ക്രോഡീകരിക്കുന്നത് വരെ. എങ്ങനെ ക്രോഡീകരിച്ചു? ബിശക്ലിൻ മൻഹജിയ്യൻ, ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിൽ. ഏത് കാലത്ത്? ഫിൽ അസ്റിൽ ഉമവി, ആ കാലഘട്ടം വരെ ആളുകൾ നാവിലൂടെ അവ പറയുന്നവയായിരുന്നു. വലി അന്നഹ ഇൻതഖലത് ഷഫഹിയൻ ലിഫതറാത്തിൻ തവീല, അതുകൊണ്ട് തന്നെ ഒരു സുദീർഘ കാലഘട്ടത്തോളം അത് വാചികമായി കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ കാനമിന സ്വഅബി, പ്രയാസമായിരുന്നു. കാനമിന സ്വഅബ്, സ്വഅബ് ഡിഫിക്കൽട്ട്. തഹ്ദീദ്, എന്ത്? തഹ്ദീദു അസ്ഹാബിഹ, അതിൻ്റെ വക്താക്കളെ കണ്ടെത്തുക, നിർണ്ണയിക്കുക എന്നുള്ളത്. ഏത് വക്താക്കൾ? അൽ അസുലയ്യീന, യഥാർത്ഥത്തിൽ ആരാണ് ഈ കഥൻ്റെ സോഴ്സ്, ആരിൽ നിന്നാണ്, അസുലാരാണ്, ആ അസുലിയായിട്ടുള്ള സ്വഹാബുകളെ, അതിൻ്റെ ആളുകളെ നിർണ്ണയിക്കുക എന്നുള്ളത്. അതും ബിദിഖ, സൂക്ഷ്മമായിട്ട് അത് ഇന്ന ആളാണെന്ന് പറയുക എന്നുള്ളത് വളരെ പ്രയാസകരമായി. കാരണം നൂറ്റാണ്ടുകളോളം അത് വാചികമായിട്ട് റിപ്പോർട്ട് ചെയ്തു വന്നതാണ്. സനതൊന്നും ഇല്ലാതെ അങ്ങനെ പറയാണല്ലോ, കഥ മാത്രം ഉദ്ധരിക്കണം. ഖാമ ബഅദു മിനൽ കുത്താബി ബിജംഇഹ, ചില ഗ്രന്ഥകാരന്മാർ അവ ക്രോഡീകരിക്കാൻ തുടങ്ങി. ആ ഖാമ ബി എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു എന്നാണ്. അപ്പോൾ ഖാമ ബഅദു മിനൽ കുത്താബി ബിജംഇഹ, അപ്പോൾ ഖാമ ബി എന്ന് നിർവഹിച്ചു. ബഅദു മിനൽ കുത്താബ്, ചില ഗ്രന്ഥകാരന്മാർ എന്ത് നിർവഹിച്ചു? ബി ജംഇഹ, അവ ക്രോഡീകരിക്കാൻ. വ തൗസീഖിഹ, അതിനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ. ഫി മറാജിഅ, ചില സ്രോതസ്സുകളിൽ, മർജഉകളിൽ. മുത്തഖസ്സിസ, പ്രത്യേകമായ ഖാസായ. ലിൽ ഹിഫാദി അലൈഹ, അവ നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പ്രത്യേകമായ ചില സോഴ്സുകളിൽ അവ ഡോക്യുമെൻ്റ് ചെയ്തു വെക്കാനും അവ ക്രോഡീകരിക്കാനും ചില ഗ്രന്ഥകാരന്മാർ തുനിഞ്ഞ് മുന്നോട്ട് വന്നു. ഇനി അടുത്ത് വരുന്നത് അൻവാഉൽ ഖിസസിൽ മുഖ്തലിഫ, ഇതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളാണ്, കഥകൾ വ്യത്യസ്ത ഇനങ്ങൾ. ഒന്നാമത്തെ ഇനം അൽ ഖിസ്സ അൽ ഖുറാഫിയ. ഖിസ്സ അൽ ഖുറാഫിയ, ഒന്നാമത്തെ ഖുറാഫി കഥകൾ. ഖുറാഫി കഥ. തുമസിൽ ഹാദിഹിൽ ഖിസസ്, ഈ കഥകൾ പ്രതിനിധീകരിക്കുന്ന നൗഅ മിനൽ ഹികായാത്തി, ഒരു ഇനം കഥകളെയാണ്. അല്ലത്തി തൻസുജുഹാ മഖീലത്തുൽ ഇൻസാനി, മനുഷ്യൻ്റെ ചിന്തകളിൽ രൂപപ്പെടുന്ന, അവൻ കോർത്തെടുക്കുന്ന കഥകൾ. അപ്പോൾ മനുഷ്യൻ സ്വയം അവൻ്റെ മഖീലത്ത്, ഭാവനയിലുണ്ടാക്കുന്ന അത്തരം കഥകൾ. അതിന് അസുലുണ്ടാവില്ല, തെളിവുണ്ടാവില്ല. തെളിവില്ലാത്ത ഒരു കാര്യം വിശ്വസിക്കുന്ന ഇതിനാണ് ഖുറാഫി കഥ എന്ന് പറയുക. അങ്ങനെ ഒരു മനുഷ്യനെ ജിന്ന് പിടിച്ചുകൊണ്ടെന്നും അങ്ങനെ ജിന്നുകളുടെ ലോകത്തിലൂടെ ആ മനുഷ്യൻ കുറേ കാലം ജീവിച്ച അവസാനം നാട്ടിൽ കൊണ്ടുവന്നിട്ടപ്പോൾ പല കാഴ്ചയും കണ്ടിട്ട് പിന്നെ നാട്ടുകാർക്കിടയിലൊക്കെ എന്ത് ചെയ്യും, അവനെ അവിടെ കണ്ട കാഴ്ച വെച്ചിട്ട് പിന്നെ എല്ലാത്തിനും ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലാതെ അതിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കാർ അവൻ്റെ പേര് ഖുറാഫി എന്നായിരുന്നെന്നും അങ്ങനെ ആൾക്കാർ അവനെ പിന്നെ അങ്ങനെ തെളിവില്ലാത്തൊരു കാര്യം പറയാൻ ഖുറാഫി എന്ന ആൾക്കാരവനെ അവൻ്റെ പേര് ചേർത്തി വിളിച്ചു എന്നൊക്കെയാണ് പിന്നെ ഖുറാഫിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പലപ്പോഴും പല ഭാഗങ്ങൾ വായിക്കുന്നിടത്തൊക്കെ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു തെളിവില്ലാത്ത കാര്യം, അസുലില്ലാത്ത കാര്യം അത് ഉദ്ധരിക്കുക, അത് പറയുക, അതിനാണ് ഖുറാഫി കഥ എന്ന് പറയുക. അപ്പോൾ അന്നത്തെ കാലത്ത് ഖുറാഫി കഥകൾ ധാരാളമുണ്ട്. അത് മനുഷ്യന്മാരാരെങ്കിലും പഠിച്ചിട്ടേ കാരണം ഒരു തെളിവ് അസുലം ഉണ്ടാവില്ല. ഹൈസു തദൂറു ഹൗല മഖ്ലൂഖാത്തിൻ, അത് ചില സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കഥ ഉണ്ടാവുക. ഗൈറു മർഇയ്യ, മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത. ഏതുപോലെ? കൽ ജിന്നി, ജിന്നിനെ പോലെ. ഷയാത്തീൻ, ശൈത്താനെ പോലെ. അപ്പോൾ മനുഷ്യൻ അതിൻ്റെ രൂപത്തിൽ അവരെ കാണുന്നില്ലല്ലോ. അങ്ങനത്തെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട്. വൽ അൻഖാഇനെ പോലെ. അൻഖാ എന്ന് പറഞ്ഞാൽ ഫീനിക്സ് പക്ഷിനെക്കാണ് അൻഖാ എന്ന് പറയുക. ഗ്രീക്ക് ഐതിഹ്യത്തിലൊക്കെ പറയുന്ന സ്വർഗത്തിൽ നിന്ന് വന്ന് ഭൂമിയിൽ വരുന്നു, അത് മരിക്കാൻ സമയമാകുമ്പോൾ മരിക്കാൻ കഴിയില്ലാണ്ട് അതെന്ത് ചെയ്യുന്നു, സ്വയം ചിതയൊരുക്കി ചിറകിട്ടടിച്ച് അതവിടെ തീ കത്തിച്ച് അതിൽ ചാരം വെന്ത് ചാരമായി ആ ചാരത്തിൽ നിന്ന് വീണ്ടും സൂര്യൻ്റെ സഹായത്തോടെ അത് പറന്നുയർന്ന് വീണ്ടും അത് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. അത് ഓന്തിൻ്റെ പോലെയുള്ള, അതേപോലെ
മയിലിനെ പോലെയുള്ള അങ്ങനെ പല രൂപത്തിൽ നിന്നുണ്ടായതാണെന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒരു കഥയൊക്കെയാണ് ഈ ഫീനിക്സ് പക്ഷിയെ പോലെ അല്ലെ, ഫീനിക്സ് പക്ഷി പറന്നുയരുന്ന പോലെ, ചാരത്തിൽ നിന്ന് പറന്നുയർന്ന പോലെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഇല്ലാത്ത കഥകൾ, അസലില്ലാത്ത കഥകൾ, അങ്ങനത്തെ കഥകൾക്കാണ് അൽ ഖിസ്സ അൽ ഖുറാഫിയ എന്ന് പറയുക. ഇത് ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു ഇനമായിരുന്നു. തതമയ്യസു ഹാദിഹിൽ ഹികായാതു ബിബിന്യ ഖിസസിയ്യ ബസീത. ഇത്തരം കഥകൾ വ്യതിരിക്തമാകുന്നത് ബിബിന്യ ഖസസിയ, അതിൻ്റെ ഒരു കഥാ സ്ട്രക്ചർ അതിനുണ്ട്, പക്ഷേ ബസീത്ത വളരെ സിമ്പിളായിരിക്കും. വദുഅഫിൻ ദുർബലമായിരിക്കും. ഫി തറാബുത്തിൽ അഹ്ദാസ്, ഒരു സംഭവങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ള അതിൻ്റെ കണക്ഷൻ്റെ കാര്യത്തിൽ അവ, അതിൻ്റെ ബന്ധങ്ങളുടെ കാര്യത്തിൽ അവ ദുർബലവുമായിരിക്കും. ഇത് തഖ്തസിറു ഗാലിബൻ അലാ സർദി ഹാദിസത്തിൻ, കാരണം അത് പലപ്പോഴും ചുരുങ്ങിപ്പോകുന്നത് ഒരു സംഭവത്തെ പറയുക എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും. അവിസ്നത്തൈനി, അല്ലെങ്കിൽ അത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉദ്ധരിക്കുക. ദൂന തഅഖീദിൻ, അതിന് കൃത്യമായൊരു ഇതിവൃത്തം മറ്റു സംഗതികളൊന്നും ഇല്ലാതെ. അമിൻ അബ്റസി അംസിലത്തിഹ ഖിസ്സത്തുൽ ഹജ്റ. ഖിസ്സത്തുൽ ഹജ്റ അതിനൊരു ഉദാഹരണത്തിൽപ്പെട്ടതാണ്. എൽ ഹജ്റ എന്ന് പറയുന്നത് വഹിയ മഖ്ലൂഖുൻ ഖുറാഫിയുൻ, അതീ നിലക്കുള്ളൊരു ഖുറാഫി സൃഷ്ടിയാണ്. യുഖാലു ഇന്നഹു യംതലികു തിസ്അ റുഊസിൻ, പറയപ്പെടുന്നത് അതിന് 9 തലകളുണ്ടെന്നാണ്. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കഥകൾ. വഖിസ്സത്തു തനീൻ അല്ലദീ, അതേപോലെ ഖിസ്സത്തു തനീൻ എന്നുള്ളത് യുഅ്തഖദു അന്നഹു ഹാരിസുൽ കുനൂസി ഫിൽ യമൻ, യമനിലെ നിധിയുടെ കാവൽക്കാരനാണെന്നാണ് അത്തനീനെ പറ്റി പറയുന്നത്. അങ്ങനത്തെ കഥകൾ. തഅക്കിസു ഹാദിഹിൽ ഹികായാതു, ഈ കഥകളൊക്കെ പ്രതിഫലിപ്പിക്കുന്നു ഖയാൽ അൽ ജാഹിലിയീൻ അൽ വാസിഅ, ജാഹിലിയാക്കളുടെ വിശാലമായ ഭാവനയെ പ്രതിനിധീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നതാണ്. വറഗ്ബത്തിഹിം, അവർ താല്പര്യത്തെയും ഫി തഫ്സീൽ ആലം, ലോകത്തെ വിശദീകരിക്കുവാനുള്ള, മിൻ ഹൗലിഹിം, അവർക്ക് ചുറ്റുമുള്ള, അതും ബി ഉസ്ലൂബിൻ, ഒരു ശൈലിയിൽ, യത്തസിമു ബിൽ ഗറാബ വൽ ഇസാറ, പ്രചോദനമേകുന്ന, ആശ്ചര്യം നിറഞ്ഞ, അതേപോലെ ഗറാബത്ത്, ആളുകൾക്ക് പരിചയമില്ലാത്ത ആ നിലക്ക് വിശദീകരിക്കുന്ന ശൈലി സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ചുറ്റും കാണുന്ന ലോകത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ശ്രമമാണ്. അതേപോലെ തന്നെ അവരുടെ വിശാലമായ ഭാവനയുമാണ് ഇത്തരം കഥകൾ പ്രതിനിധീകരിക്കുന്നത്. രണ്ടാമത്തെ അൽ ഖിസ്സ അൽ മസലിയ, ഖിസ്സ മസലിയാണ്. തുറക്കിസു ഹാദിഹിൽ ഖിസസ്, ഈ കഥകൾ ഫോക്കസ് ചെയ്യുന്നു അലൽ അംസാൽ വൽ ഹിക്കം, നേരത്തെ പറഞ്ഞ പോലെ പഴഞ്ചൊല്ലുകളെയും തത്വജ്ഞാനങ്ങളെയും. ഹൈസു തഅ്തമിദു അലാ അഹ്ദാസിഹ അലാ തജാറുബിൻ വാഖിഇൻ വമആനിൻ മുസ്തഖ്ലിസത്തിൻ മിനൽ ഹയാത്തി, അഥവാ ഇതിൻ്റെ സംഭവങ്ങളിൽ അവ, അതിൻ്റെ ഹദസുകളിൽ അവ അവലംബിക്കുന്നത് അലാ തജാറുബിൻ വാഖിഇയ്യ, ഒരു യഥാർത്ഥ സംഭവത്തെ, അനുഭവത്തെയായിരിക്കും. മആനിൻ, അതേപോലെ ആശയത്തെയായിരിക്കും, യഥാർത്ഥ ആശയത്തെയായിരിക്കും. മുസ്തഖ്ലിസത്തിൻ മിനൽ ഹയാത്തി, ആ ആശയം എന്തായിരിക്കും? മുസ്തഖ്ലിസ മിനൽ ഹയാത്ത്, ജീവിതത്തിൽ നിന്ന് കടഞ്ഞെടുത്ത ആശയം, യഥാർത്ഥ അനുഭവം. ഇതിനെ ഹദസാക്കി, സംഭവമാക്കിയിട്ട് അതിനവലംബിച്ചു വരുന്ന മസലുകൾ, ഹിക്കമുകൾ. മായുമയ്യിസു ഹാദൻ നൗഅ മിനൽ ഖിസസ്, ഇവ കഥകളിൽ നിന്ന് വ്യതിരിക്തമാകുന്ന സംഗതി എന്ന് പറയുന്നത് അന്നഹു യംബഉ, ഇവ ഉണ്ടാകുന്നത് മിൻ ഉമുഖി തജ്രിബ അൽ ഇൻസാനിയ, മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് ഇവ ഉണ്ടാവുന്നത്. യൻബഉ, പൊട്ടി വരിക, ഉണ്ടാവുക. വയതനാവൽ മുഖ്തലിഫ ജവാനിബിൽ ഹയാത്തി, ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അവ കൈകാര്യം ചെയ്യുന്നു. ദൂന അൻ യഗ്ഫില അയ്യ ജാനിബി മിൻഹ, ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെയും അവഗണിക്കാതെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് ഇത്തരം കഥകൾ കൈകാര്യം ചെയ്യുക. മിൻ അബ്റസിൽ അംസില അലാ ഹാദൻ നൗഇ, ഈ ഇനത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം അൽ ഹിക്കായാത്തു, കഥകളാണ്. അല്ലത്തി വറത്തൻ അൻ ലുഖ്മാനുൽ ഹക്കീം, ലുഖ്മാനുൽ ഹക്കീമുമായി ബന്ധപ്പെട്ട് വന്ന കഥകൾ. അക്സമുസ്ബിൻ സൈഫി, അക്സമു സൈഫിയിൽ നിന്ന് വന്നവ, അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നവ. വസർഖാ ഉൽ യമാമ, മറ്റൊന്ന് സർഖാ ഉൽ യമാമ, യമനിലെ ദീർഘവീക്ഷണത്തിൻ്റെ പ്രതീകമായി പറയപ്പെട്ടവൾ, അവരിൽ നിന്നൊക്കെ വന്നവ, അവരുമായി ബന്ധപ്പെട്ട് വന്നവ. ഹൈസ് തഹ്മിൽ ഹാദിൽ ഖിസസ്, ഈ കഥകളൊക്കെ വഹിക്കുന്നു ഫി തൊയ്യാത്തിഹ, അതിൻ്റെ മടക്കുകളിൽ, ദുറൂസൻ വഇബറൻ, ചില പാഠങ്ങളും ഗുണപാഠങ്ങളും. തുഖല്ലിദു ഹാലിൽ അജിയാൽ, ഇത് തലമുറകളിലേക്ക് ബാക്കി വെക്കുന്നു. അടുത്ത അൽ ഖിസ്സ അൽ ഖറാമിയ, പ്രണയകഥകൾ. ലം തകുനിൽ ഹികായാത്തുല്ലതി തതനാവൽ അൽ ഹുബ്ബ് വൽ ഖറാം, പ്രണയവും സ്നേഹവുമെല്ലാം കൈകാര്യം ചെയ്യുന്ന കഥകളായിരുന്നില്ല. ഖറാം, ഹുബ്ബ് എന്നൊക്കെ പറഞ്ഞ പ്രണയം, സ്നേഹത്തിന് പറയാം. അവ കൈകാര്യം ചെയ്യുന്ന കഥകളായിരുന്നില്ല. സവാഅൻ അൽ അഫീഫ് അവി സ്വരീഹ്, അതിൽ ആത്മാർത്ഥ നിഷ്കളങ്ക പ്രണയമാണെങ്കിലും അതല്ല മോശമായ തോന്നിവാസമടങ്ങിയ സ്വരീഹായ പ്രണയമാണെങ്കിലും ശരി, എന്തുതന്നെയാണെങ്കിലും അവ ആയിരുന്നില്ല. ഷാഇഅതൻ, അത് വ്യാപിച്ചിരുന്നില്ല. കഫന്നിൻ മുസ്തഖില്ലിൻ ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ അവ വ്യാപിച്ചിരുന്നില്ല. എങ്ങനെ? കഫന്നിൻ മുസ്തഖില്ലിൻ, ഒരു സ്വതന്ത്ര കലാരൂപമായിക്കൊണ്ട്, പ്രണയത്തിന് വേണ്ടി മാത്രം കഥ എഴുതുക, അല്ലെങ്കിൽ പ്രണയം മാത്രം ഒരു കേന്ദ്ര ആശയമായിട്ട് അവതരിപ്പിക്കുക, അങ്ങനെ ഉണ്ടായിരുന്നില്ല ജാഹിലിയ കാലഘട്ടത്തിൽ. ഇവിടെ സവാഅൻ അൽ അഫീഫ സ്വരീഹന, അൽ അഫീഫന ആത്മാർത്ഥ പ്രണയം, ഒരു പെണ്ണിനെ മാത്രം പ്രണയിച്ചോ അവൾക്ക് വേണ്ടി ജീവിച്ചോ അവളെ കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി മരിക്കാൻ റെഡിയാവുക. സ്വരീഹ് എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളുമായിട്ട് ആ രൂപത്തിൽ അതിൻ്റെ ശൃംഗാരങ്ങളും മറ്റൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സ്വരീഹ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സ്വതന്ത്ര കലയല്ല,
ഒമാഅദാലിക്ക് അതോടൊപ്പം വറദൽ ഹുബ്ബു അവിടെ പ്രണയം പ്രകടമായിരുന്നു, കലാഹിറ ഒരു പ്രതിഭാസം പോലെ, തജല്ലത്ത് ഫി ഹയാത്തിൽ അറബിൽ യൗമിയ അറബികളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകടമായി കാണുന്നൊരു പ്രതിഭാസം പോലെയായിരുന്നു എന്ന് പ്രണയം. ഹൈസു അസ്ബഹത്ത് അഥവാ അന്ന് ആയിത്തീർന്നു, ഹയാത്ത ബഅലി ശുഅറാഇ ഹൈസു അസ്ബഹത്ത് ഹയാത്തു ബഅലി ശുഅറാ എത്രത്തോളം ചില കവികളുടെ ജീവിതങ്ങൾ അത് അഷ്ബഹ ബി ഖസസിൻ ചില കഥകൾക്ക് സമാനമായിരുന്നു. തുർവ അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ലിമാ ഹമലത്തുഹു അവ വഹിക്കുന്നത് കൊണ്ട് മിൻ അഹ്ദാസിൻ മുസീറ ചില പ്രചോദനമേകുന്ന സംഭവങ്ങൾ, മവാഖിഫ ഫരീദ ചില വേറിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അവ കഥ പോലെ ആ കവികളുടെ ലൈഫിനെ തന്നെ ഉദ്ധരിക്കപ്പെട്ടു. മിൻ അബ്റസി ഹാദിഹിൽ ഖിസസ് ഈ കഥയിൽ ഏറ്റവും പ്രകടമായതാണ് ദാറു ജുൽജുല, ദാറത്ത് ജുൽജുൽ എന്നൊക്കെ പറഞ്ഞ ദാറു ജുൽജുല എന്ന് പറയുന്ന അല്ലത്തി തഹ്കി അൻ ഖദീഅത്തി ഇബ്നുൽ ഖൈസ്, ഇബ്നുൽ ഖൈസിൻ്റെ പെണ്ണുമായി ബന്ധപ്പെട്ട കഥയാണ്. അതേപോലെ അൻതറയുമായി ബന്ധപ്പെട്ട കഥ അല്ലത്തി തമസ്സിലു മൽഹമത ഹുബ്ബിൻ പ്രണയത്തിൻ്റെ ഐതിഹ്യത്തെ വഹിക്കുന്ന അവ പ്രതിനിധീകരിക്കുന്ന കഥയാണ് അൻതറ എന്ന് പറയുന്നത്. വസിറാഇൻ സംഘടനത്തിൻ്റെയും പ്രണയത്തിൻ്റെയും. അസാറത്തുഹു നദറത്തുൽ മുജ്തമഇ ലിലൗനിഹി അൽ അസ്വദ് സമൂഹത്തിൻ്റെ ദൃഷ്ടി അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ സംഘടനത്തെ അത് ഇളക്കി വിട്ടു, ലിലൗനിഹിൽ അസ്വദ് അവൻ്റെ കറുപ്പ് കളറിൽ. തഅക്കിസു ഹാദിഹിൽ ഖിസസു തബീഅത്തുൽ ഹയാത്തി ഫീ ദാലിക്കൽ അസ്ർ ഈ കഥയൊക്കെ തന്നെ ആ കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ പ്രകൃതിയെ അറിയിക്കുന്നതാണ്, പ്രതിനിധീകരിക്കുന്നതാണ്. ഹൈസും തസജത്ത് മശാഇറുൽ ഹുബ്ബി ബിൽ വാഖഇ അസ്സഅബി വത്തഖാലിദിൽ ഖാസിയ അത് ഏത് രൂപത്തിലാണ് അത് ഇംതസജത്ത് കൂടിക്കലർന്നതായിരുന്നു, മിക്സായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്തെല്ലാം മശാഇറുൽ ഹുബ്ബ് പ്രണയത്തിൻ്റെ ഇമോഷൻസ് ഫീലിങ്ങുകൾ, ബിൽ വാഖഇ യാഥാർത്ഥ്യവുമായിട്ട്, അതാവട്ടെ അസ്സഅബ് പ്രയാസം നിറഞ്ഞ, അതേപോലെ വത്തഖാലീദ് സമ്പ്രദായം ചര്യകളുമായിട്ട്, അൽ ഖാസിയ പരുഷമായ സമ്പ്രദായം, അതേപോലെ പ്രയാസം നിറഞ്ഞ യാഥാർത്ഥ്യം ഇതുമായിട്ട് ഇടകലർന്നതായിരുന്നു, ഇഴകിച്ചേർന്നതായിരുന്നു അന്നത്തെ പ്രണയങ്ങളുടെ ഫീലിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത്. പ്രണയിച്ചാൽ പോലും അല്ലെങ്കിൽ ആ രൂപത്തിൽ സംഭവിച്ചാൽ പോലും അത് യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നിടത്തൊക്കെ വലിയ പ്രയാസങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പല കഥകളും സംഭവങ്ങളൊക്കെയാണ് ഈ കഥകളിൽ വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഖിസസുൻ നഹബി വൽ ലുസൂസ് കള്ളന്മാരുടെ, കൊള്ളക്കാരുടെ, തട്ടിപ്പറയുടെ കഥകൾ. തുറക്കിസു ഹാദിഹിൽ ഖിസസ് ഈ കഥകളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അലാ തസ്വീരി ഹയാത്തി ഹഉലാഇൽ മുഖാമിരീന ഇത്തരം കൊള്ളക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. അതും ബി ഉസ്ലൂബിൻ ഒരു ശൈലിയിൽ യജ്മഉ ബൈന തറാഫ വൽ ജിദ്ദിയ ചിലത് വളരെ തമാശയും ചിലത് കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയ രൂപത്തിലുള്ള ശൈലി. ചിലടത്ത് കാര്യങ്ങളുണ്ട്, ചില തമാശകളുണ്ട്, ഇതെല്ലാം നിറഞ്ഞതായിരുന്നു അതിൻ്റെ ശൈലി. യതമയ്യിസു ഹാദൻ നൗ മിനൽ ഹിക്കായാത്ത് ഈ ഇനം കഥകളെല്ലാം വ്യതിരിക്തമാകുന്നു ബിതാബിഇൻ ഗരീബിൻ വിചിത്രത നിറഞ്ഞുകൊണ്ട്, മുസീരിൽ ലിദ്ദഹ്ശ ആശ്ചര്യത്തെ ഇളക്കി വിട്ടുകൊണ്ട് ആ നിലക്കായിരുന്നു ഈ കഥകളുടെ പ്രത്യേകത. ഹൈസു യംസുജു ബൈനൽ മവാഖിഫിൽ ഫകാഹിയ വൽ മശാഹിദുൽ ജാദ്ദ അതെങ്ങനെയാണ് അത് തമാശ നിറഞ്ഞ സന്ദർഭത്തെയും ഗൗരവം നിറഞ്ഞ രംഗങ്ങളെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടായിരുന്നു അവ ഉണ്ടായിരുന്നത്. ഇൻതശറത്ത് ഹാദിഹിൽ ഖിസസു ഈ കഥകൾ വ്യാപിച്ചു ബിശക്ലിൻ വാസിഇൻ വിശാലമായ രൂപത്തിൽ തന്നെ ഫീ ദാലിക്കൽ വഖ്തി ആ കാലഘട്ടത്തിൽ. വഅസ്ബഹത്ത് അതായിത്തീർന്നു മഹത്ത ഇഹ്തിമാമിൻ നാസി ആളുകൾ ഗൗരവത്തോടെ ഏറ്റെടുത്തു ലിമാ ഫീഹ ആ കഥകളിൽ ഉള്ളതുകൊണ്ട് മിൻ അഹ്ദാസിൻ മുദ്ഹിഷ ചില ആശ്ചര്യ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട്, വ ഉസ്ലൂബിൻ ഷായിഖിൻ അതേപോലെ അത് പിന്നെ അതിലെന്തുണ്ട് നല്ല അട്രാക്റ്റീവായ ശൈലിയുണ്ട്. ജഅലഹ മാദ്ദത്തൽ ലിത്തദാവുൽ അതാവട്ടെ ആളുകൾ കൈകാര്യം ചെയ്യാനുള്ള കാരണമാക്കി തീർന്നു. ഈ രണ്ട് സംഗതികളുണ്ട്. വൽ ഹക്കീയ ഫിൽ മജാലിസ് ഇവ സദസ്സുകളിൽ പിന്നീട് കഥയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഉദ്ധരിക്കപ്പെട്ടു, അങ്ങനെ അതിന് പ്രചാരം കിട്ടി. അഞ്ചാമത്തെ ഖിസസു അലാ ലിസാനിൽ ഹയവാൻ മൃഗങ്ങളുടെ നാവിലൂടെ പറയുന്ന കഥകളായിട്ട് അവതരിപ്പിക്കുക. അതിലെ കഥാപാത്രങ്ങൾ മൃഗങ്ങളായിരിക്കും. തുമസിൽ ഹാദിൽ ഖിസസ് ഈ കഥ പ്രതിനിധീകരിക്കുന്ന നൗഅ മിനൽ ഹിക്കായത്തിൽ ഖസീറ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഇനമായിട്ടാണ്. അല്ലത്തി തജ്രി അഹ്ദാസുഹാ മിൻ ഖിലാലി ഹിവാരിൻ ഇതിലെ സംഭവങ്ങൾ ഒരു സംഭാഷണത്തിലൂടെ മാത്രം കടന്നു വരും. ഔ തസറുഫാത്തിൽ ഹയവാനാത്ത് അല്ലെങ്കിൽ അവിടെ മൃഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ സംഭാഷണങ്ങളെല്ലാം നിർവഹിക്കുന്നത്. വറഗമ ബസാത്തത്തി ഹാദൻ നൗഅ മിനൽ ഖിസസ് കഥയിലെ ഏറ്റവും ലളിതമായ സിമ്പിളായ രൂപമാണ് എന്നിരിക്കെ ഇല്ല അന്നഹു അങ്ങനെയൊക്കെയാണെങ്കിലും അവ യഹ്മിലു അത് വഹിക്കുന്നുണ്ടായിരുന്നു ഫീ തയ്യാത്തിഹി അതിൻ്റെ ഉള്ളിൽ മടക്കുകളിൽ ഹിക്കമൻ വഇബറൻ ചില തത്വങ്ങളും ജ്ഞാനങ്ങളും അതേപോലെ ഗുണപാഠങ്ങളും. തഹ്ദുഫില തഅലീം അതുകൊണ്ട് ലക്ഷ്യം വെക്കുക, പഠിപ്പിക്കുക, വിജ്ഞാനം കൊടുക്കുക എന്നുള്ളതാണ്. ഔ തൗജീഹ് ചില ഡയറക്ഷൻസ് നൽകുക, ചില വിവരങ്ങൾ കൈമാറുക എന്നൊക്കെ ലക്ഷ്യം വെച്ച് അവ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ള അങ്ങനത്തെ ഹിവാറുകളാണ് അവയിലുള്ളത്. ബിബഅദിൽ അഹ്യാൻ ചില സന്ദർഭങ്ങളിൽ യഗ്ലിബു അലൈഹി അത്വാബിഉൽ ഫക്കാഹി തമാശ എന്ന മുദ്രണം അതിൽ അതിജയിച്ചു വരുന്നു. ലിജദ്ബിൽ ഇന്തിബാഹി ശ്രദ്ധ പിടിച്ചുപറ്റാൻ, ഇൽഫാഇൽ മുത്അ അവരെ ഒക്കെ ആസ്വാദനം ലഭിക്കുവാൻ. മിൻ അബ്റസിൽ അംസില ഏറ്റവും
പ്രധാനമായ ഉദാഹരണം, പ്രകടമായ ഉദാഹരണം എന്നുള്ളത് ഖിസ്സത്ത് ഇബ്നു ആവാവ സഅലബ് എന്ന കഥയാണ്. കുറുനരിയും കുറുക്കനും എന്ന ആ ഒരു കഥ. അല്ലത്തി തഅകിസു ഖീമത്തൽ മഹാറ വദ്ദഹ, അവിടെ ഈ കഥ പ്രതിനിധീകരിക്കുന്നു, ഇവ പ്രതിഫലിപ്പിക്കുന്നു ഖീമത്തൽ മഹാറ സ്കില്ല്, ദുഹാറ ബുദ്ധി, ഇതിൻ്റെ മൂല്യത്തെ. വഖിസത്തുൽ ഹുദ്ഹുദ്, അൽ ഹുദ്ഹുദിൻ്റെ കഥ. അല്ലത്തി തർമുസു, അത് പ്രതീകമാണ് ഹുദ്ഹുദ്, ഇല ദക്കാ വൽ അബ്ഖരിയ്യ, അതിൻ്റെ ബുദ്ധിക്ക്, ദക്കാന ബുദ്ധിനാണ്, ബുദ്ധിയുടെ അല്ലെങ്കിൽ അതിൻ്റെ അൽ അബ്ഖരിയ്യത്ത്, അതിൻ്റെ വ്യതിരിക്തമായ ബുദ്ധി, ഐതിഹാസികമായ ബുദ്ധി എന്നൊക്കെ പോലെ, അൽ അബ്ഖരിയ്യ, ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഹുദ്ഹുദിൻ്റെ കഥ. ഇലാ ജാനിബിൽ അദീദ് മിനൽ ഹികായത്തിൽ ഉഖ്റ, ഇതിന് പുറമെ വേറെയും ധാരാളം കഥകളുണ്ട്. അല്ലത്തി തത്തസ്മി ബിർ റംസിയ്യ വൽ മആനിൽ അമീഖ, ആഴമേറിയ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന, ചില സിംബലുകളെ അറിയിക്കുന്ന, ചിലതിലേക്ക് സൂചന കൊടുക്കുന്ന അത്തരം ധാരാളം കഥകൾ വേറെയും ആ കാലഘട്ടത്തിൽ ഈ ഇനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഇനം എന്ന് പറയുന്നത് സജഅൽ കുഹാനാണ്. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.